പിന്നെ നമ്മൾ ഡാറ്റ സ്ട്രക്ചർ എന്താണെന്നാണ് പഠിക്കുന്നത്, അൽഗോരിതംസ്, പിന്നെ അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പ്, അതിൻ്റെ എക്സാമ്പിളുകൾ, പിന്നെ ഡാറ്റ സ്ട്രക്ചറുകളുടെ എക്സാമ്പിളുകൾ. ഈ സെക്ഷനിൽ നമ്മൾ ഡാറ്റ സ്ട്രക്ചർ അൽഗോരിതമാണ് നോക്കുന്നത്. ഡാറ്റ സ്ട്രക്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റ ഓർഗനൈസ് ചെയ്തിട്ട് ഒരു സോഫ്റ്റ്വെയറിന് എളുപ്പത്തിൽ അത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിലേക്ക് മാറ്റുന്നതിനാണ് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് അറേ, സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ് ഒക്കെ ഇതിന് ഉദാഹരണമാണ്. അൽഗോരിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രശ്നം, ഒരു കമ്പ്യൂട്ടേഷണൽ പ്രശ്നം പരിഹരിക്കുന്നതിന് ഒരു കൃത്യമായ ഒരു ക്രമത്തിലുള്ള അവ്യക്തമായ ഘടകങ്ങളുടെ കൂട്ടത്തിലാണ് അൽഗോരിതം എന്ന് പറയുന്നത്. ഇതൊരു ഇൻപുട്ട് എടുത്തിട്ട് അതിൻ്റെ പരിമിതമായ രീതിയിൽ കണക്കൂട്ടലുകൾ നടത്തിയിട്ട് അതിൻ്റെ റിസൾട്ട് ഔട്ട്പുട്ടായിട്ട് തിരികെ നൽകാണ് അൽഗോരിതം ചെയ്യുന്നത്. ഇതിലൊരു അൽഗോരിതത്തിൻ്റെ എക്സാമ്പിളാണ് വയ്ക്കുന്നത്. അപ്പോൾ കുറേ സംഖ്യകളുടെ ഒരു കൂട്ടം, അതിൽ നമ്മളൊരു പെർട്ടിക്കുലർ നമ്പർ സെർച്ച് ചെയ്യാണ് ഈ അറേയിൽ ചെയ്യുന്നത്. അപ്പോൾ റിസൾട്ട് ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഓരോ സംഖ്യകളെടുത്തിട്ട് മാച്ച് ചെയ്യേണ്ട നമ്പറായിട്ട് മാച്ച് ചെയ്യുന്ന നമ്പറായിട്ട് ചേർത്ത് വെച്ചിട്ട് ഈക്വലാണോ എന്ന് നോക്കുന്നു. ഈക്വൽ അല്ലെങ്കിൽ ഫോൾസ്, ഈക്വൽ ആണെങ്കിൽ ട്രൂ. അതാണ് അത് കഴിഞ്ഞിട്ട് ഓരോ നമ്പറിൻ്റെ സീരിയൽ നമ്പർ, ക്രമത്തിലുള്ള നമ്പറിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് വീണ്ടും ഈ പ്രോസസ്സ് ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു അൽഗോരിതം ഇതിൽ എക്സാമ്പിളായിട്ട് കാണിച്ചിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പർട്ടിക്കുലർ അൽഗോരിതം അതൊരു പർട്ടിക്കുലർ ലാംഗ്വേജിൽ ആയിരിക്കും ഇതൊക്കെ കൈകാര്യം ചെയ്ത്. അതിനെ പ്രോഗ്രാം എന്ന് പറയും. പ്രോഗ്രാമിൽ അൽഗോരിതം മാത്രമല്ല ഡാറ്റ സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ഈ സ്ലൈഡിൽ അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പാണ് പഠിക്കുന്നത്. എഡിറ്റിംഗ് നമ്മൾ ചുരുക്കത്തിൽ പറയും. അതൊരു മാത്തമാറ്റിക്കൽ പ്രോബ്ലമാണ്. അത് സ്പെസിഫൈ ചെയ്ത് നമ്മൾ ഡാറ്റ ടൈപ്പിൻ്റെ പോസിബിൾ വാല്യൂസ് സ്പെസിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് സ്പെസിഫൈ ചെയ്യുന്നത് എന്താണ്, ഈ വാല്യൂസ് വെച്ചിട്ടുള്ള ഓപ്പറേഷൻസ് അതും സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്ന സംഭവം ഓരോ ലാംഗ്വേജിലും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കും. ഓരോ ലാംഗ്വേജിലും ഓരോ രീതിയിലായിരിക്കും. ഉള്ളൊരു എക്സാമ്പിളാണ് നമ്മൾ ഈ സ്ലൈഡ് നോക്കുന്നത്. അരേ ഒരു ADT എക്സാമ്പിളാണ്. അപ്പോൾ അരേ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ഐറ്റംസ് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ സ്റ്റോർ ചെയ്യാണ് ഇൻഡെക്സ് ഉപയോഗിച്ചിട്ട് സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏരിയയിൽ വരുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എലമെൻറ്റുകൾ സ്റ്റോർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ എലമെൻറ്റുകളും റിട്രീവ് ചെയ്തെടുക്കണം. അത് റിട്രീവ് ചെയ്തെടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ എലമെൻറ്റും വിസിറ്റ് ചെയ്തിട്ട്, അതായത് 1 മുതൽ അവസാനം വരെ വിസിറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ എലമെൻറ്റ് റിട്രീവ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് പുട്ട് ELT ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു എലമെൻറ്റ് സ്റ്റോർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അത് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അരയിൽ അത് സ്റ്റോർ ചെയ്യുന്നു. ഗെറ്റ് ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻഡെക്സ് എന്ന് പറയുന്നത് റിട്രീവ് ചെയ്യാനായിട്ട്. പിന്നെ ട്രാവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ ഓരോ എലമെൻറ്റുകളെയും വിസിറ്റ് ചെയ്യാമെന്ന് പറയും. മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓപ്പറേറ്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ടോ വിസിറ്റ് ചെയ്യാൻ പറയും. ഇനി നമ്മൾ ഡാറ്റ സ്ട്രക്ചറിനുള്ള ഉദാഹരണം പഠിക്കാം. ഒരു ഡാറ്റ സ്ട്രക്ചറിനുള്ളൊരു ഉദാഹരണമാണ് സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്, ട്രീ, ഗ്രാഫ് ഒക്കെ ഡാറ്റ സ്ട്രക്ചറിനുള്ള ഉദാഹരണമാണ്. അപ്പോൾ നമ്മൾ ഇതിൽ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ സ്ട്രക്ചർ എന്താണെന്ന് പഠിച്ചു, അൽഗോരിതം എന്താണെന്ന് പഠിച്ചു, അൽഗോരിതത്തിൻ്റെ എക്സാമ്പിൾ നോക്കി, പ്രോഗ്രാം എന്താണെന്ന് പഠിച്ചു, പിന്നെ ADT എന്ന് പറയുക അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പ് എന്താണെന്ന് പഠിച്ചു, പിന്നെ അതിൻ്റെ അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പിന് ഉള്ള എക്സാമ്പിൾ പഠിച്ചു. ആ എക്സാമ്പിളിലുള്ള ഓപ്പറേഷൻസ് പഠിച്ചു. പിന്നെ ഡാറ്റ സ്ട്രക്ചറിൻ്റെ എക്സാമ്പിൾ പഠിച്ചു.